പ്രിയപ്പെട്ടവരെ, ദി ട്രൂത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുക. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ തീഷ്ണതയോടെ, തീവ്രതയോടെ, ആരോഗ്യത്തോടെ നമുക്ക് മുന്നേറാം. ഈ കാലഘട്ടത്തെ ഒന്ന് മനസ്സിലാക്കുക, അതിനെ തിരിച്ചറിയുക. എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? ഈ കാലഘട്ടത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട ആരോഗ്യത്തോടും ആത്മീയതയോടും കൂടെ എങ്ങനെ ജീവിക്കാം, ഇതൊക്കെയാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആശുപത്രിയുണ്ട്, പരസ്യമുണ്ട്, ആരോഗ്യ മാസികയുണ്ട്, ഡോക്ടറോട് ചോദിക്കാം എന്നിങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട്. എന്നിട്ടും നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുകയാണോ, ആരോഗ്യം കുറയുകയാണോ? ഓരോരുത്തരും ഒന്ന് വിലയിരുത്തേണ്ട കാര്യമാണ്. കൊച്ചുകുട്ടികൾ ആശുപത്രിയിൽ കഴിയുന്നവർ ഒത്തിരി പേര്, 4-5 വയസ്സ് പ്രായമുള്ളവർ 2-3 മാസം പനിച്ച് ആശുപത്രിയിൽ കഴിയുന്ന അവസ്ഥ, ഓട്ടിസത്തിലേക്കും വെർച്വൽ ഓട്ടിസത്തിലേക്കും വഴിമാറുന്ന അവസ്ഥ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് വഴിമാറി തെറ്റിന്റെ വഴിയിലൂടെ ലഹരിക്ക് അടിമയായിട്ട് പോകുന്ന അനുഭവങ്ങൾ. ഇതിനെല്ലാം നമുക്കൊരു പരിഹാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മൾ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് രോഗം വന്ന് മരിക്കാനല്ല, ആരോഗ്യത്തോടുകൂടി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകാനും നല്ല കാലത്തോളം ജീവിച്ച് അകാലത്തിൽ മരിക്കാതെ കാലത്തിന്റെ പൂർണ്ണതയിൽ ജീവിച്ച് മരിക്കാനും വേണ്ടിയാണ്. എത്ര അകാല മരണങ്ങൾക്കാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക. ആ അകാല മരണങ്ങൾക്കപ്പുറം ആയുസ്സിന്റെ പൂർണ്ണതയിലേക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനമാണ് ഈ ഒരു ചാനലിലൂടെ ഞങ്ങൾ നൽകുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആശ്രമമാണ് ദിവ്യകാരുണ്യ മിഷൻ സഭയുടെ MCBSന്റെ ARC ആത്മ റിട്രീറ്റ് സെന്റർ എന്ന് പറയുന്ന ഈ ആശ്രമം. ഈ ആശ്രമത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനാണ് ഈ ഒരു സമയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുക. എല്ലാവരെയും ഈ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ അയച്ചു തരുന്നു, ഫോൺ നമ്പറുണ്ട്. അതുകൊണ്ട് പറ്റുന്നിടത്തോളം ആൾക്കാർ ഈ ഒരു ആശ്രമത്തിൽ ഒന്ന് വന്നു പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക്, യുവാക്കൾക്ക്, യുവതികൾക്ക്, പ്രായം ചെന്നവർക്ക് എങ്ങനെ കുറെ കൂടി മെച്ചപ്പെട്ട ആരോഗ്യ ആത്മീയ ജീവിതം നയിക്കാം എന്നുള്ളതാണ് ഈ ആശ്രമത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ കുട്ടികളെ നന്മയുടെ വഴിയിലൂടെ നയിക്കാൻ പറ്റൂ. കൃത്യമായിട്ടുള്ള പരിശീലനം, കൃത്യമായിട്ടുള്ള ഭക്ഷണം, മെഡിറ്റേഷൻ, യോഗ, ഇതെല്ലാം നമുക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിനും ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ, യുവതി യുവാക്കന്മാർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ, പ്രായം ചെന്നവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ, അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ആത്മീയ ജീവിതം, അടിയുറച്ച ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ വളരുകയാണ്. എല്ലാവരെയും ഈ ഒരു ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആശ്രമവുമായിട്ട് ബന്ധമുള്ളവർ, ഈ വീഡിയോ കാണുന്നവർ, ഈ ആശ്രമത്തിൽ വന്നവരോ ഈ ആശ്രമവുമായിട്ട് ബന്ധമുള്ളവരോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ. അങ്ങനെ അനേകായിരങ്ങളിലേക്ക് ഈ ഒരു ചിന്തയും ഈ ഒരു ആശയവും പ്രചരിക്കട്ടെ. അങ്ങനെ ഒരുപാട് നന്മയിലും ആരോഗ്യത്തിലും ജീവിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. ഈശോയുടെ വചനം നമുക്ക് മറക്കാതിരിക്കാം. അകാലത്തിൽ ആരും മരിച്ചു പോകാതിരിക്കട്ടെ, കുട്ടികൾ വഴിതെറ്റാതിരിക്കട്ടെ, ഓട്ടിസത്തിലേക്ക് പോകാതിരിക്കട്ടെ, മാരക രോഗത്തിന് അടിമപ്പെടാതിരിക്കട്ടെ, ഷുഗർ, കൊളസ്ട്രോൾ, ജീവിതശൈലി രോഗങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഒന്ന് പരിശ്രമിച്ചാൽ മതി, ഒന്ന് സമയം മാറ്റിവെച്ചാൽ മതി. നിങ്ങൾ സമയം മാറ്റിവെക്കുമെന്നറിയാം, പരിശ്രമിക്കുമെന്നറിയാം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഈ ആശ്രമം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ദിവ്യകാരുണ്യ മിഷൻ സഭയുടെ ഈ ആശ്രമം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ വരണം. ഒരു ദിവസം രാവിലെ വന്നിട്ട് നിങ്ങൾക്ക് വൈകുന്നേരം പോകാം. ഇവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം. കുടുംബമായിട്ട് വരിക, ഭാര്യ, ഭർത്താവ്, മക്കൾ ഒരുമിച്ച് വരിക. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഇത് വലിയ വ്യത്യാസങ്ങൾ വരുത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് യാത്ര ചെയ്യാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പരിശീലിക്കാം.